ഒരു രാജ്യം പുറത്തുനിന്നുള്ള ആക്രമണത്തിൽ തകരാം, പക്ഷേ ഉള്ളിൽ നിന്ന് പതുക്കെ ദുർബലമായാൽ അതാണ് ഏറ്റവും വലിയ അപകടം. ഇന്ന് പാകിസ്ഥാനെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത് അതാണ്. ബലൂചിസ്ഥാൻ, POK, ഖൈബർ പഖ്തൂൺഖ്വ, ഗിൽജിസ്ഥാൻ, ബോൾട്ടിസ്ഥാൻ. എന്തുകൊണ്ടാണ് ഈ പേരുകളെല്ലാം വീണ്ടും വാർത്തകളിൽ നിറയുന്നത്? പാകിസ്ഥാൻ എന്ന രാജ്യം അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമായ ഒരു ആഭ്യന്തര തകർച്ചയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിർത്തികളിൽ നിന്നുള്ള ഭീഷണിയേക്കാൾ ഇന്ന് ഇസ്ലാമാബാദിനെ ഭയപ്പെടുത്തുന്നത് സ്വന്തം രാജ്യത്തിനകത്ത് നിന്ന് ഉയരുന്ന ജനകീയ രോഷമാണ്. ബലൂചിസ്ഥാൻ, പാക് അധിനിവേശ കശ്മീർ, ഖൈബർ പഖ്തൂൺഖ്വ, സിന്ധ് അങ്ങനെ പഞ്ചാബ് പ്രവിശ്യയ്ക്ക് പുറത്തുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും ഇന്ന് ഭരണകൂടത്തിനെതിരെ തുറന്ന യുദ്ധത്തിലാണ്. എന്നാൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ വിദഗ്ധരും അന്താരാഷ്ട്ര മാധ്യമങ്ങളും പാകിസ്ഥാനെ ഇപ്പോൾ പഞ്ചാബിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? രാജ്യത്തിന്റെ സമ്പത്തും വിഭവങ്ങളും സൈനിക ശക്തിയും കേവലം ഒരു പ്രവിശ്യ മാത്രം അനുഭവിക്കുമ്പോൾ ബാക്കിയുള്ള ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും അടിച്ചമർത്തലുകളാണ് ഇതിന് കാരണം. എന്താണ് പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ബലൂചിസ്ഥാനിലും POKയിലും സ്ഥിതിഗതികൾ എത്രത്തോളം വഷളായിരിക്കുന്നു പരിശോധിക്കാം. പാകിസ്ഥാൻ രൂപീകൃതമായ കാലം തൊട്ടേ നിലനിൽക്കുന്ന ഒരു പരാതിയാണ് അവിടെ എല്ലാ മേഖലകളിലും പഞ്ചാബി വംശജരുടെ ആധിപത്യമാണ് എന്നത്. സൈന്യത്തിലെ ഭൂരിഭാഗം ഓഫീസർമാരും ഉദ്യോഗസ്ഥ വൃന്ദവും രാജ്യത്തെ പ്രമുഖ വ്യവസായികളും പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ളവരാണ്. എന്നാൽ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകവും ധാതുക്കളും നാച്ചുറൽ റിസോഴ്സസ് നൽകുന്ന ബലൂചിസ്ഥാൻ പോലെയും അതുപോലെ വിനോദസഞ്ചാര വരുമാനം നൽകുന്ന POK പോലെയുമുള്ള പ്രദേശങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് അടിച്ചമർത്തലുകൾ മാത്രമാണ്. പാകിസ്ഥാന്റെ വരുമാനവും വിദേശ സഹായങ്ങളും പ്രധാനമായും ഉപയോഗിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയുടെ വികസനത്തിനും ഇസ്ലാമാബാദിലെ എലീറ്റ് വർഗത്തിനും വേണ്ടി മാത്രമാണ്. ഇതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ പാകിസ്ഥാന്റെ പൗരന്മാരല്ല, പഞ്ചാബിസ്ഥാന്റെ അടിമകളാണ് എന്ന വികാരം ബലൂജികൾക്കിടയിൽ കശ്മീരികൾക്കിടയിലും ഒക്കെ ശക്തമായത്. ഇതിലെ ഏറ്റവും അപകടകരമായ മേഖല ബലൂചിസ്ഥാനാണ്. ദശാബ്ദങ്ങളായിട്ട് അവിടെ നടക്കുന്ന സ്വാതന്ത്ര്യ സമരം ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA ഉൾപ്പെടെയുള്ള സംഘടനകൾ മുൻപ് ഒളിയുദ്ധം ഗൊറില്ല വാർഫെയർ നടത്തിയിരുന്ന സ്ഥാനത്ത് ഇന്ന് പാക് സൈനിക ക്യാമ്പുകൾക്കും ട്രെയിനുകൾക്കും ഹൈവേകൾക്കും നേരെ നേരിട്ട് ആക്രമണം നടത്തുകയാണ്. പോലീസും പട്ടാളവും ആക്രമിക്കപ്പെടുകയും ദിവസം തോറും ഡസൻ കണക്കിന് പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ CPECയുടെ പേരിൽ തങ്ങളുടെ ഭൂമിയും സമ്പത്തും ചൈനയ്ക്ക് പണയം വയ്ക്കുകയാണ് എന്ന് ബലൂജികൾ ആരോപിക്കുന്നു. ഇതിനു പുറമെ വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെയും പെൺകുട്ടികളെ പോലും തട്ടിക്കൊണ്ടുപോകുന്ന പാക് സൈന്യത്തിന്റെ ക്രൂരതകൾക്കെതിരെയും ബഹ്റംഗ് ബലൂജിനെ പോലെയുള്ള ചെറുപ്പക്കാരായ നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ സ്ത്രീ പ്രാധാന്യമുള്ള ജനകീയ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. ഇനി അടുത്ത ഘടകം പാക് അധിനിവേശ കാശ്മീർ POK. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിൽ വികസനവും സമാധാനവും തിരിച്ചെത്തുമ്പോൾ POKയിൽ കാര്യങ്ങൾ വൻ സ്ഫോടനാത്മകമാണ്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ അതായത് JAACയുടെ നേതൃത്വത്തിൽ മാസങ്ങളായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് POKയിൽ തെരുവിലിറങ്ങിയിരിക്കുന്നത്. അതിശക്തമായ ഗോതമ്പ് വിലക്കയറ്റം, സബ്സിഡികൾ വെട്ടിക്കുറച്ചത്, ഭീമമായ വൈദ്യുതി ബില്ല് എന്നിവയാണ് ജനങ്ങളെ തെരുവിലിറക്കിയത്. സ്വന്തം നദികളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഇസ്ലാമാബാദിലേക്ക് കൊണ്ടുപോവുകയും POKയിലെ ജനങ്ങൾക്ക് അമിത നിരക്കിൽ വൈദ്യുതി വിൽക്കുകയും ചെയ്യുന്ന പാക് ഭരണകൂടത്തിന്റെ ക്രൂരതയ്ക്കെതിരെ ജനങ്ങൾ തുറന്ന ലഹളയിലാണ്. അടുത്തിടെ അവിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിലും വൻ അക്രമ സംഭവങ്ങളും പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങളുമാണ് ഉയർന്നത്. ഈ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെല്ലാം സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം പാക് അർദ്ധ സൈനിക വിഭാഗങ്ങളെയും പോലീസിനെയും ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് പാക് സൈനിക തലവൻ ഫീൽഡ് മാർഷൽ അസീം മുനീർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ കടുത്ത സൈനിക നയം അങ്ങേയറ്റം തിരിച്ചടിയാവുകയാണ്. ഒരു വശത്ത് ബലൂചിസ്ഥാനിൽ BLA കടുത്ത ആഘാതം സൃഷ്ടിക്കുന്നു. മറുവശത്ത് ഖൈബർ പഖ്തൂൺഖ്വയിൽ തെഹ്രീക്-ഇ-താലിബാൻ പാകിസ്ഥാൻ TTP ദിവസേന ആക്രമണങ്ങൾ നടത്തുന്നു. അതിനിടയിൽ POKയിൽ ജനങ്ങൾ കല്ലെറിഞ്ഞും ഹർത്താലുകൾ നടത്തിയും സമാന്തര ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നു. ചുരുക്കത്തിൽ രാജ്യത്തിന്റെ സൈന്യത്തിന് ഒരേ സമയം ഇത്രയധികം ആഭ്യന്തര മുന്നണികളിൽ പോരാടാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഹിന്ദുസ്ഥാന്റെ ഇന്ത്യയുടെ അയൽപക്കത്ത് നിലനിൽക്കുന്ന ഈ ഒരു തകർച്ച കേവലം ഒരു രാഷ്ട്രീയ പ്രതിസന്ധി അല്ല. ജനാധിപത്യത്തെ അട്ടിമറിച്ച് സൈന്യം ഭരണം കൈയാളുകയും പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു വിഭാഗം ആളുകൾ ബാക്കി മുഴുവൻ പ്രവിശ്യകളെയും ചൂഷണം ചെയ്യുകയും ചെയ്തതിന്റെ സ്വാഭാവികമായിട്ടുള്ള അന്ത്യമാണ് പാകിസ്ഥാൻ ഇന്ന് നേരിടുന്നത്. ഒരു രാജ്യം സ്വന്തം ജനതയോട് അനീതി കാണിച്ചാൽ ആ രാജ്യത്തിന്റെ അതിരുകൾ സുരക്ഷിതമായിരിക്കില്ല എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇന്നത്തെ പാകിസ്ഥാൻ. ഒരു രാജ്യത്തെ ശക്തമാക്കുന്നത് ആയുധങ്ങൾ മാത്രമല്ല, എല്ലാ പ്രദേശങ്ങൾക്കും തുല്യമായ വികസനവും വിശ്വാസവുമാണ്. ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളികൾ സുരക്ഷയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും കഥ മാത്രമല്ല, ദേശീയ ഐക്യത്തിന്റെ വലിയ പരീക്ഷണം കൂടിയാണ്.
ഈ പ്രതിസന്ധികളെ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് വരും വർഷങ്ങളിൽ പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.